നമ്മളിപ്പോ ഖുറാനെ പറ്റി കുറെ ഇങ്ങനെ സംസാരിച്ചിന്. ഒന്ന് അധികം സംസാരിച്ച് നമ്മൾ ഇഫ്ള് പഠിക്കുമ്പോൾ നമുക്കുണ്ടായ കുറെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഒരു സാധാരണക്കാരൻ ഇപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം, ഇപ്പം ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അയാളെ മുമ്പിലേക്ക് ഖുറാൻ വരികയാണ്. അപ്പൊ എങ്ങനെയാണ് ഖുറാനെ മനസ്സിലാക്കുക? ഇപ്പൊ നമ്മളിപ്പം കുറെ പണ്ഡിതന്മാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, സ്വഹാബിമാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നമ്മളിങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ, ഇവരൊക്കെ സാധാരണക്കാർ തന്നെയായിരുന്നുള്ള വേറെ കാര്യം. എന്നാലും ഇപ്പൊ ഉള്ള ഒരാള് ഖുറാൻ എടുക്കുമ്പോൾ അയാൾ എങ്ങനെയായിരുന്നു ഇപ്പൊ മനസ്സിലാക്കുക? നമ്മൾ ശരിക്ക് ഖുർആനെ സമീപിക്കുന്നതിൽ നമ്മൾ ഖുർആൻ ജനകീയമാവാത്തതിൽ ഒരു വലിയ കാരണം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ അറബി കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ അത് നാട്ടുകാർക്ക് പഠിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുമ്പോഴാണ് ശരിക്ക് ഖുർആനിനോട് ഒരു വൈകാരികമായ ഒരു അടുപ്പോ ശരിക്കും ഉണ്ടാക്കുമ്പോഴാണ് ഖുർആൻ എന്താണ് എന്ന് ജനങ്ങൾ ഉൾക്കൊള്ളും. അപ്പോൾ ഖുർആൻ എന്താണെന്ന് ഉൾക്കൊള്ളണമെങ്കിൽ അതിൻ്റെ സോഴ്സ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് അള്ളാഹുവിൻ്റെ കലാം എന്നാണ് നമ്മൾ ഖുർആനെ കുറിച്ച് പറയാറുള്ളത്. പക്ഷേ അള്ളാഹുവിനോടുള്ള നമ്മുടെ ഒരു സമീപനം, ഇപ്പോൾ അള്ളാഹുവിനോട് ശരിക്ക് നമുക്ക് ഏറ്റവും നല്ല ഇഷ്ടവും നമുക്ക് ഏറ്റവും നല്ല താല്പര്യമൊക്കെ ഉണ്ടാവേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. വല്ലദീനാമനോ അശദ്ദു ഹുബ്ബല്ലില്ല എന്ന് പറയും. കാരണം അള്ളാഹ് നമ്മുടെ റബ്ബാണ്, നമുക്ക് വേണ്ടതൊക്കെ നൽകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആ അള്ളാഹുവിനോടുള്ള സ്നേഹം മൂത്ത് വരുമ്പോഴാണ് ശരിക്ക് ഖുർആനിനെ ഒരു വൈകാരികമായിട്ട് നമുക്ക് സമീപിക്കാൻ പറ്റുള്ളൂ. അതിന് ശരിക്ക് ഒരാളോടുള്ള സ്നേഹം മൂക്ക്, അല്ലെങ്കിൽ ഒരു ശക്തിയോട് നമുക്ക് സ്നേഹം തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെങ്ങനെ കാണാനും അല്ലാണ്ട് തോന്നും. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സീനാ പർവ്വതത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ മൂസാ നബിക്ക് അള്ളാഹുവിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണാനും അല്ലാണ്ട് ഒരു പൂതി. അപ്പോൾ റബ്ബി അരിനി അള്ളൂറല്ലേ, പഠിച്ചോന്ന് എനിക്ക് ഇതിനെ കാണാൻ പൂതിയാവുന്നു, അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ അള്ളാഹ് പറഞ്ഞ് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. പക്ഷെ അപ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു നൂറ് സമാവാത്തി വല്ലർദ്, ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ്, അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഇതാ എൻ്റെ പ്രകാശത്തിൽ നിന്ന് ഒരു ഇതള് നിനക്ക് ഞാൻ, ഇന്ന അൻസൽന തൗറാത്ത ഫീഹ ഹുദവ്വ വനൂർ. അതായത് തൗറാത്ത് എന്ന് പറയുന്നത്, വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഇതളാണ്. അപ്പൊ ശരിക്ക് ഖുർആനെ കുറിച്ചും അങ്ങനെ തന്നെ പറഞ്ഞത് നൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനോട് സ്നേഹം മൂത്ത് നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹ് കൊടുക്കുന്ന, അള്ളാഹുവിനെ കാണാനൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് അള്ളാഹുവിനോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ച്, നമുക്കൊരാളോട് സ്നേഹം കൂടിയാൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കണം എന്ന് തോന്നും. അപ്പോൾ ആ സംസാരിക്കാനൊക്കെ ഉള്ള ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. അപ്പോൾ ഇതിങ്ങനെ ശരിക്ക് ഒരു 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 സാധാരണക്കാരനായ മനുഷ്യൻ, അല്ലാണ്ട് ഇത് അതിൻ്റെ എല്ലാ നിർവചനമൊക്കെ പറഞ്ഞ് നമ്മൾ ഖുർആനെ പഠിപ്പിച്ചാലൊന്നും ആളുകൾക്ക് അതൊരു ഫീൽ ചെയ്യില്ല. സാധാരണ ഖുറാനെ പറ്റി എന്താ പറയും? അതിന്റെ താരീഫ് ഇങ്ങനെ പറയുന്നത് എന്താണ്? ജിബിരിയിൽ വഴി എന്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ അവതരിപ്പിക്കപ്പെട്ട, അങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് ഇത് ഫീൽ ആവില്ല. ഈവൻ സഹാബാക്കൾക്ക് പോലും അങ്ങനെ അല്ലല്ലോ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ തലമുറക്ക് പോലും ഇങ്ങനെ നിർവചനം പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് ശരിക്ക് ഖുർആന് ഈ ഒരു രൂപത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാനെ ഇവിടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ ഒരാള്, ഒരു സാധാരണക്കാരൻ ഖുർആനെ സമീപിച്ചാൽ, ഖുർആൻ ഓതുമ്പോൾ സാക്ഷാല് പടച്ചവന്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. നമുക്ക് ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പ, എല്ലാം നൽകിയിട്ടുള്ള നമ്മുടെ ഉപ്പ. അപ്പോൾ ആ ഉപ്പയുടെ കൈ പിടിച്ച് നമ്മളിങ്ങനെ അങ്ങാടിയുടെ വിരൽ പിടിച്ച് ഇങ്ങനെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് എൻ്റെ തുണയാണ്, നമ്മുടെ ധൈര്യമാണ്. ആ ഒരു ഫീലാണ് ശരിക്ക് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ശരിക്കും ഇത് എന്താണ്? അള്ളാഹുവിൻ്റെ പ്രകാശമാണ്, അള്ളാഹുവിനെ കാണുക എന്നുള്ള എൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് തോന്നണം. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ ഫീൽ ഒരിക്കലും വരില്ല.